ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽ ഫായിദത്തുർ റാബിയ, നാലാമത്തെ ഫായിദ. ഗൈറുൽ മഗ്ദൂബി അലൈഹിം എന്നതിലെ നാലാമത്തെ ഫായിദ പറയും. അൽ ഗളബു, ഗളബ് എന്ന് പറഞ്ഞാൽ തഗയ്യുറുൻ, ഒരു പകർച്ചയാണ്. യഹ്സുലു, അത് ഉണ്ടാകും. ഇന്ദ ഗൽയാനി ദമീൽ ഖൽബി ലി ഷഹ്വത്തിൽ ഇന്തിഖാം, ശിക്ഷിക്കുക എന്ന ആഗ്രഹത്തെ, ഇച്ഛയ്ക്ക് വേണ്ടി ഹൃദയത്തിൻ്റെ രക്തം തിളക്കുന്ന സമയത്തുണ്ടാകുന്നൊരു പകർച്ചയാണ് അല്ലേ. ഇളകി മറിയുക എന്ന് കഥകൊല്യാൻ, പൊങ്ങുക, തിളക്കുക. ആ സമയത്തുണ്ടാകുന്നൊരു പകർച്ചയാണ് ദേഷ്യം എന്നുള്ളത്. വാലം നിരണം അന്നഹാദ, ഇത് അലല്ലാഹി തആല മുഹാലിൻ, അള്ളാഹുവിൻ്റെ മേൽ മുഹാലാണ്. ലാക്കിൻ ഹാവുന ഖായിദത്തുൻ കുല്ലിയ, ഇവിടെ നമ്മൾ നേരത്തെ വീഡിയോയിൽ ഇത് കുറച്ച് പറഞ്ഞിരുന്നു അല്ലേ. വാലം അന്നഹാദ, നീ അറിയണം, ഇതാകുന്ന അള്ളാഹിൻ്റെ മേൽ മുഹാലാണ്, അസംഭവ്യമാണ്. അള്ളാഹു താലാക്ക് ഇങ്ങനെ ഉണ്ടാകുക, ദേഷ്യമുണ്ടാകുക എന്നൊക്കെ പറയൽ ഈ നിലക്കുള്ളത് അത് അസംഭവ്യമല്ലേ. ലാക്കിൻ ഹാവുന ഖായിദത്തുൻ കുല്ലിയ, അപ്പോൾ ഇവിടെ ഒരു കുല്ലിയ ഒരു ഖായിദ ഉണ്ട്. അതെന്താണെന്നറിയോ? ഒരു പൊതുവായൊരു നിയമം. വഹിയത് അന്ന ജമിഅൽ അഗ്റാദി നഫ്സാനിയ, നഫ്സാനിയായ അഗ്റാദുകൾ, അതായത് അതിന് ഞാൻ ഉദ്ദേശിക്കുന്നത് നഫ്സാനിയായ അർളുകൾ അതൊക്കെ റഹ്മത്ത് കാരുണ്യം, ഫറഹ് സന്തോഷം, സുറൂർ സന്തോഷം, ഒലബ് ദേഷ്യം, ഹയാ ലജ്ജ, ഗൈറത്ത് അതുപോലെ തന്നെ ദേഷ്യം, മക്കർ ചതി, ഹിദാ വഞ്ചന, തക്കബ്ബുർ അഹങ്കാരം, ഇസ്തിഹ്സാ പരിഹാസം, ഇവകളെല്ലാം ലഹ അവായിലു, അവകൾക്കെല്ലാം തുടക്കങ്ങളുണ്ട്. വലഹ വായത്തിന്, അവകൾക്ക് അറ്റങ്ങളുണ്ട്. അപ്പോൾ അള്ളാഹ് സന്തോഷിക്കുന്നു, അള്ളാഹ് കരുണ ചെയ്യുമെന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അവ ഇവകളൊക്കെ നമ്മൾ മനസ്സിലാക്കി. അവകൾ മുഴുവനും അതിനെന്തുണ്ട്? തുടക്കവും അവസാനവുമുണ്ട്. മിസാൽ, ഇതുപോലെ തന്നെ ഓലബ്, മിസാലിൻ്റെ ഉദാഹരണം ഓലബാണ്. നമുക്ക് ഓലബ് എടുക്കാം. കാരണം ഫൈന അവലഹു, അതിൻ്റെ തുടക്കം ഒലിയാനു തമിൽ കൽവി, ഹൃദയത്തിലെ രക്തം തിളച്ചു മറയലാണ്. വായത്ത്, അതിൻ്റെ അറ്റം തൈറാത്ത് ഈസാലു ലററി ഇലൽ മഗ്ലൂബി അലി, ദേഷ്യപ്പെട്ടവൻ്റെ മേൽ പ്രയാസത്തെ എത്തിക്കലാണ്. അപ്പോൾ നമ്മൾ ദേഷ്യപ്പെടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? രക്തം ഇങ്ങനെ തിളക്കും, ഹൃദയത്തിൻ്റെ രക്തം ഇങ്ങനെ തിളക്കും. അതാണ് തുടക്കം ഉണ്ടാകുക, ദേഷ്യത്തിൻ്റെ തുടക്കം. അവസാനം എന്താ? നമ്മൾ ദേഷ്യപ്പെട്ട ആളെ ശിക്ഷിക്കുക എന്നതാണല്ലോ. അപ്പോൾ രണ്ട് ഇതുണ്ട്, തുടക്കമുണ്ട് അവസാനമുണ്ട്. അപ്പോൾ ഫലഫ്ലുൽ ഗളബ്, ഗളബ് എന്ന ലഫ്ല് ഫി ഹക്കില്ലാഹി തആല, അള്ളാഹുവിൻ്റെ ഹക്കിൽ ലാ യുഹ്മലു, അതിന് ചുമത്തപ്പെടില്ല. അല അവലിഹി, ആദ്യത്തിൻ്റെ മേൽ ചുമത്തൂല. അല്ലദി ഹോ ഗൽയാനു ദമിൽ ഖൽബി, ഹൃദയത്തിലെ രക്തം തിളക്കുക എന്നതിൻ്റെ മേൽ ചുമത്തൂല. ബൽ അല ഗായത്ത്, എന്നല്ല ഗായത്തിൻ്റെ മേൽ ചുമത്തൂല. അല്ലതി എങ്ങനത്തെ ബല്ലെങ്കിലും അതിനെ ചുമത്തും. അല ഗായത്തിഹില്ലതി, അതിൻ്റെ അവസാനത്തിൻ്റെ മേൽ. ഹുവത് ഇറാദത്തുൽ ഇദ്റാറി, പ്രയാസത്തെ എത്തിക്കുക എന്നുള്ളതാണ്. ഇദ്റാർ, ബുദ്ധിമുട്ടിക്കലിനെ എത്തിക്കുക എന്നുള്ള ഗായത്തിൻ്റെ മേലാണ് അത് ചുമത്തപ്പെടുക. വായു തന്നെ. അപ്പോൾ വീണ്ടും അൽ ഹയാഉ, ഹയാ എന്നുള്ളത് ലഹു, അതിനുണ്ടല്ലോ അവലൻ, അതിന് ആദ്യമുണ്ട്. വഹുവ ഇൻകിസാറുൻ, അതൊരു ഇൻകിസാറാണ്. യസ്ലുഫിൻ നഫ്സി, ശരീരത്തിൽ ഉണ്ടാകുന്ന ഇൻകിസാറാണ്, ഒരു പൊട്ടൽ, ലജ്ജ എന്ന് പറഞ്ഞാൽ. വലഹു ഖർളൻ, അതിനൊരു ഒറലുണ്ടാവും. വഹുവ തർക്കുൽ ഫീല്, അതിൻ്റെ ആവശ്യം എന്താ? വഹു തർക്കുൽ ഫീല്, ഒറലുണ്ടാവും അതിന്. അത് ഫീല് ഒഴിവാക്കലാണ്, പ്രവൃത്തി ഒഴിവാക്കലാണ്. ഹയാവോടുകൂടി എന്ത് ചെയ്യുക? ഒരു കാര്യം ഒഴിവാക്കുക. അപ്പോൾ ഫലഫ്ലുൽ ഹയാ, അപ്പോൾ ഹയാ എന്ന ലഫ്ല് ഫിയാക്കില്ല, അള്ളാഹുവിൻ്റെ അവകാശത്തിൽ ഹയാവിനെ പറയുമ്പോൾ യുഹ്മൽ ചുമത്തപ്പെടും. അലാ തർക്കിൽ ഫീലി, പ്രവൃത്തി ഒഴിവാക്കുക എന്നതിൻ്റെ മേലാണ് ചുമത്തപ്പെടുക. ലാല ഇൻകിസാർ നഫ്സി, ശരീരം എന്ത് ചെയ്യുക, അല്ലെങ്കിൽ നഫ്സ് എന്ത് ചെയ്യുക? ഇൻകിസാറാവുക, പൊട്ടുക എന്നതിൻ്റെ മേലല്ല. വഹാദി കായിദത്തും ഷരീഫത്തും ഫിഹാദൽ ബാബ്, ഇത് ഈ ബാബിലുള്ള ഷരീഫായ മഹത്തമായൊരു കായികയാണ്. അപ്പോൾ ഈ കായിക പഠിച്ചു വെക്കണം. അതായത് അള്ളാഹു ദേഷ്യപ്പെടും, അള്ളാഹ് കരുണ ചെയ്യും എന്നൊക്കെ പറഞ്ഞാൽ എന്താ? അള്ളാഹ് അതിൻ്റെ ഓറലാണ്. ആ കരുണ മൂലം എന്തുണ്ടാകും? അതൊക്കെയാണ് ഉദ്ദേശം. ദേഷ്യം കാരണം എന്തുണ്ടാകും? ശിക്ഷിക്കലുണ്ടാകും. കരുണ മൂലം അള്ളാഹ് പ്രതിഫലം നൽകും. അതൊക്കെയാണ് ഉദ്ദേശമെന്ന് മനസ്സിലാക്കുക. ഇനി അൽ ഫായിദത്തുൽ ഖാമിസ്, അഞ്ചാമത്തെ ഫായിദ ഉണ്ട്. ഖാലത്തുൽ മുഅ്തസിലത്ത്, മുഅ്തസിലാക്കൾ പറഞ്ഞു, ഗളബുല്ലാഹി അലൈഹിം, അവരുടെ മേൽ അള്ളാഹു ദേഷ്യപ്പെടുക എന്ന് പറഞ്ഞാൽ അത് യദുല്ലു, അത് അറിയിക്കും. അലാ കൗനിഹിം, അവർ ഫായിലീന ലിൽ ഖബാഹി ബി ഇഖ്തിയാരിഹിം, അവരുടെ സ്വയഷ്ടപ്രകാരം മോശം കാര്യങ്ങൾ പ്രവർത്തിക്കുന്നവരാണ് എന്നതിൻ്റെ മേൽ അറിയിക്കുന്നുണ്ടല്ലോ അള്ളാഹു അവരുടെ മേൽ ദേഷ്യപ്പെടലെന്നുള്ളത്. വൈല്ല, അങ്ങനെയല്ലെങ്കിലോ ലക്കാനൽ ഗളബു അലൈഹിം ലുൽമൻ, അവരുടെ മേൽ ദേഷ്യപ്പെടൽ
അത് അക്രമമാകുമല്ലോ മിനല്ലാ അള്ളാഹുവിൽ നിന്ന് അക്രമമാകുമല്ലോ. അപ്പോൾ അവർ സ്വയിഷ്ടപ്രകാരമാണ് തെറ്റുകൾ ചെയ്യുന്നത് എന്നതിൻ്റെ മേൽ അറിയിക്കുന്നുണ്ട്. വഖാല അസ്സാബുന, നമ്മുടെ അസ്സാബ് പറഞ്ഞു, ലമ്മാ ദുഃഖര ഒലബുൽ, അള്ളാഹിൻ്റെ ഒലബിനെ പറ്റി പറഞ്ഞപ്പോൾ, അള്ളാഹ് അവരുടെ മേൽ ദേഷ്യപ്പെടും എന്ന് പറഞ്ഞപ്പോൾ, വാത്തുബഹു ബി ദിക്രി കൗനിഹിം ലാലീന, അള്ളാഹ് അതിനെ തുടർത്തി പറഞ്ഞു അവർ വഴിപിഴച്ചവരാണ് പറഞ്ഞുകൊണ്ട് അതിന് ശേഷം പറയുകയും ചെയ്തപ്പോൾ, ദല്ലദാലിക്ക് അത് അറിയിക്കുന്നുണ്ട്, അല അന്ന ഒലബല്ലാ അലിഹിം, അവരുടെ മേൽ അള്ളാഹു ദേഷ്യപ്പെടാനുള്ള കാരണം ഇല്ലത്തുന്നത് ലിക്കൗനിഹിം ലാലീന, അവർ വഴിപിഴച്ചവരാണ് എന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ വഹീന ഇതിൻ തക്കൂനു സിബത്തുല്ലാഹി, അന്നേരം അള്ളാഹിൻ്റെ സിബത്താകുമോ അസിറത്തം ഫി സിബത്തുൽ അബ്ദി, അടിമയുടെ സിഫത്തിൽ അള്ളാഹുവിൻ്റെ സിഫത്ത് ഫലം വരുത്തുന്നതാകും. അപ്പോൾ അമ്മാലവുക്കുല്ല, നാം പറഞ്ഞാൽ ഇന്ന കൗനഹും അവർ ലാല്യങ്ങളാവൽ, അവർ വഴിപിഴച്ചവരാവൽ യൂജിബ് കൊള്ളബല്ല, അത് അള്ളാഹുവിൻ്റെ ദേശത്തെ അവർ നിർബന്ധമാക്കും, അവരുടെ മേൽ അള്ളാഹു ദേഷ്യപ്പെടൽ നിർബന്ധമാക്കും. അപ്പോൾ എന്ന് നാം പറഞ്ഞാൽ ലസിമ യക്കൂന സിഫത്തുൽ അബ്ദി, അടിമയുടെ സിഫത്താകൽ എന്താണ്, ലാസിമാണ്. മാസിറത്തം ഫി സിഫത്തില്ലാഹി തആല, അള്ളാഹുവിൻ്റെ സിഫത്തിൽ ഫലം വരുത്തുന്നതാകൽ നിർബന്ധമാകും. അദാലിക മുഹാൽ, അത് മുഹാലാണ്. അപ്പോൾ അടിമയുടെ സിഫത്താകും അള്ളാഹുവിൻ്റെ സിഫത്തിൽ തഅ്സീർ വരുത്തുന്നതാകും. അപ്പോൾ അത് മുഹാലുമാണത്. അപ്പോൾ മുഅ്തസിലികൾ പറഞ്ഞല്ലേ അള്ളാഹിൻ്റെ ഒലബ് ഇഖ്തിയാരി മൈലക്കാനൽ ഒലബ് അലയും ലുൽമ മിനല്ലാഹി തആല വഖല സാബുൻ. അപ്പോൾ അതിന് മറുപടി പറഞ്ഞു, ഞാൻ ഫായിദത്തു സാദിസത്തു, ആറാമത്തെ ഫായിദ എന്താണ്, അവൽ സൂറത്തി, സൂറത്തിൻ്റെ തുടക്കം മുസ്തമിലൻ അലൽ ഹംദിലില്ലാ, അള്ളാഹുവിന് ഹംദ് ചെയ്യലിൻ്റെ മേലും വസനായി അള്ളാഹുവിനെ സ്തുതിക്കുക എന്നതിൻ്റെ മേലൊക്കെ ചുറ്റിയതാണ്. വൽ മദ്ഹിൽ, അള്ളാഹിന് മദ്ഹ് പറയുന്നതിൻ്റെ മേൽ ചുറ്റിയിരിക്കുന്നു. വആഖിറു, അതിൻ്റെ അവസാനം മുസ്തമിലൻ, അത് ഉൾക്കൊള്ളുന്നതാണ്. അല ദമ്മിലിൽ മുഅ്രിദീന അനിൽ ഈമാൻ ബിഹി വൽ ഇഖ്റാർ ബി തആത്തിഹി, അള്ളാഹുവിനെ വിശ്വസിക്കലിനെ തൊട്ടും അവന് തആത്തിനെ അംഗീകരിക്കലിനെ തൊട്ടും തിരിഞ്ഞു കളഞ്ഞവർക്കുള്ള ആക്ഷേപത്തിൻ്റെ മേൽ ചുറ്റിയതാണ് അവസാനം. ആദ്യം അള്ളാഹുവിനെ സ്തുതിക്കുന്നു, അവസാനം ഈമാൻ ഇല്ലാത്ത ആളുകൾ, ഈമാനെ തൊട്ടും അവൻ്റെ ആരാധനയെ, അവനക്ക് വഴിപ്പെടലിനെ അംഗീകരിക്കലിനെ തൊട്ടും തിരിഞ്ഞു കളയുന്നവരുടെ മേൽ ചുറ്റിയതാണ്, അവർക്ക് ആക്ഷേപത്തിൻ്റെ മേൽ ചുറ്റിയതാണ്, അവരെ ആക്ഷേപിക്കുന്നതിന് മേൽ ചുറ്റിയല്ല. വദാലിക തുല്യത്തുൽ, അതറിയിക്കും അല അന്നമത്തുൽ ഖൈറാത്ത്, എല്ലാ നന്മകളുടെയും ഉറവിടം, വഉൻവാന സാദത്ത്, വിജയത്തിൻ്റെ ഉൻവാൻ, അടിത്തറ, വഇഖ്ബാൽ അലല്ലാഹ്, അള്ളാഹുവിൻ്റെ മേൽ മുന്നിടലാണ്, വമതൽ ആഫാത്തി വറസൽ മഖാഫാത്തി, എല്ലാ ആപത്തുകളുടെയും എല്ലാ പേടിക്കപ്പെടുന്ന കാര്യത്തിൻ്റെയും ഉദയം, വൽ ഇറാദു അനില്ല, അള്ളാഹുവിനെ തൊട്ട് തിരിഞ്ഞു കളയലാണ്, വൽ ബുദു അൻ തആത്തി, അള്ളാഹുവിനെ അനുസരിക്കലിനെ തൊട്ട് വിദൂരമാകലാണ്, വൽ ഇജ്തിനാബു അൻ ഹിദ്മത്തി, അള്ളാഹുവിൻ്റെ ഹിദ്മത്തിനെ തൊട്ട് സേവനത്തെ തൊട്ട് വെടിയലാണ് എന്നറിയിക്കുന്നുണ്ട് എന്നും പറഞ്ഞു. അഞ്ഞി അൽ ഫായിദത്തു സാബി, ഏഴാമത്തെ ഫായിദ, ദല്ലത്ത് ഹാദിൽ ആയത്ത്, ഈ ആയത്ത് അറിയിക്കുന്നുണ്ട് അല അന്നൽ മുക്കല്ലഫീന സലാസു ഫറഖിൻ, മുക്കല്ലഫീങ്ങളായ ജനങ്ങൾ 3 പാർട്ടിയുണ്ട്. അതായത് ബുദ്ധിയും പ്രായപൂർത്തിയും ബുദ്ധിയുള്ള ആളുകൾ 3 വിഭാഗമാണ്. ഒന്നെന്താണ്, അഹ്ലു ത്വാഅത്തി, വഴിപ്പെടുന്ന ആളുകളാണ്, അള്ളാഹുവിനെ കീഴ്പ്പെടുന്ന ആളുകൾ. വൈലഹിം ഇഷാർത്ത് ബി കൗലിഹി അൻഅംത അലൈഹിം, അതിലേക്കാണ് അള്ളാഹ് സൂചിപ്പിച്ചത്, അള്ളാഹ് അനുഗ്രഹിച്ചവർ എന്ന് പറഞ്ഞ് അള്ളാഹ് സൂചിപ്പിച്ചില്ലേ ഫാത്തിഹയിൽ. അതുതന്നെ വാഹുലുൽ മാസി, രണ്ടാമത്തേതാണ് തെറ്റിൻ്റെ ആളുകൾ, തെറ്റ് ചെയ്യുന്ന ആളുകൾ. വൈലഹിം, അവരിലേക്കാണ് അൽ ഇഷാറത്ത്, അള്ളാഹ് പറഞ്ഞ ബി കൗലി, അള്ളാഹിൻ്റെ കൗല് കൊണ്ട്, ഗൈരിൽ മഗ്ലൂബി അലൈഹിം എന്ന കൗല് കൊണ്ട് അള്ളാഹ് സൂചിപ്പിച്ചത് അവരിലേക്കാണ്. ഇനി മൂന്നാമത്തെ വഹുൽ ജഹലി, വിവരമില്ലാത്തവരാണ് മൂന്നാമത്തെ വിഭാഗം. ഫീ ദീനില്ലാഹി, അള്ളാഹുവിൻ്റെ ദീനിൽ, വൽ കുഫ്രി, കുഫറിലും ദീനിലും വിവരമില്ലാത്ത ആളുകൾ. വൈലഹിം, അവരിലേക്കാണ് അൽ ഇഷാറത്ത് ബി കൗലി വലല്ലാലീൻ, വഴിപിഴച്ചവരെന്ന അള്ളാഹിൻ്റെ കൗല് കൊണ്ട് സൂചിപ്പിച്ചപ്പോൾ 3 വിധ ആളുകളുണ്ടെന്ന്. അത് ഏഴാമത്തെ ഫായിദ. ഇനി 8, അതിൽ 8അല്ല, ഇനി ഫൈൻ ഖീല, ചോദിക്കപ്പെട്ട ലിമ ഖദ്ദമ ദിക്റൽ ഉസ്വത്തി അലാ ദിക്റിൽ കഫറത്തി, കാഫിരീങ്ങൾ പറയുന്നതിനേക്കാൾ തെറ്റ് ചെയ്യുന്ന ആളുകളെ പറയൽ എന്തുകൊണ്ട് മുന്തിച്ചു? കുൽനാ, നാം പറയും, ലഅന്ന കുല്ല വാഹിദിൻ, ഓരോരുത്തരും യഹ്തരിസു അനിൽ കുഫ്രി, കുഫറിനെ തൊട്ട് അവൻ സൂക്ഷിക്കും. അമ്മാ ഖദ് ലാ യഹ്തരിസു അനിൽ ഫിസ്കി, അപ്പോൾ അവൻ
ഫിസ്കിനെ തൊട്ട് സൂക്ഷിക്കൂല. അപ്പം കാന അഹമ്മ, അപ്പോൾ അതായി ഏറ്റവും മുഖ്യമായത്. ഫലിഹാദ സബബി ഖുദ്ദിമ, ഇക്കാരണത്തിന് വേണ്ടിയാണ് ഫിസ്കിനെ മുന്തിച്ചത്. ഇനി അൽ ഫായിദത്തു സാമിന്, എട്ടാമത്തെ ഫായിദ ഉണ്ട് കേട്ടോ. ഫിൽ ആയത്തി സുആലിന്, ഈ ആയത്തിലൊരു ചോദ്യമുണ്ട്. എന്താണത്? വഹു, അത് അന്ന ഒളബല്ല, അള്ളാഹുവിൻ്റെ ദേഷ്യം, ഇന്നമാ തവല്ലദാൻ ഇൽമിഹി, അത് അള്ളാഹുവിൻ്റെ ഇൽമിനെ തൊട്ടുണ്ടായതല്ലേ. ബി സുദൂരിൽ ഖബീഹി, ഖബീഹ് ഉണ്ടാകുമെന്ന അള്ളാഹിൻ്റെ അറിവിനെ തൊട്ട് ഉത്ഭവിച്ചതാണല്ലോ ദേഷ്യമെന്നുള്ളത്. വൽ ജിനായത്തി അൻഹു, അതിനെ തൊട്ടുള്ള അക്രമം കൊണ്ടും അള്ളാഹുവിൻ്റെ അറിവിനാലുണ്ടായതാണല്ലോ ഏത്? ദേഷ്യമെന്നുള്ളത്. അപ്പോൾ ഫഹാദൽ ഇൽമു, ഈ ഇൽമാകുന്ന ഇമ്മാ യുഗാല ഇന്നഹു ഖദീമൻ, ഒന്ന് പറയപ്പെടാം അത് ഖദീമായ അറിവാണ്. അത് മുഹദ്ദസൻ, അല്ലെങ്കിൽ പുതുതായി അറിവാണെന്ന് പറയപ്പെടും. ഫൈൻഖാന ഹാദൽ ഇൽമു ഖദീമൻ, അപ്പോൾ ഈ ഇൽമു ഖദീമാണ്. എങ്ങനെ? ഫലിമ ഖലഖഹു, എന്തിനാണ് അള്ളാഹുവിനെ സൃഷ്ടിച്ചത്? വലിമ അഖ്റജഹു മിനൽ അദമിൽ അൽ വുജൂദി, എന്തിനാണ് അള്ളാഹു അതിനെ ഇല്ലായ്മയിൽ നിന്ന് ഉണ്മയിലേക്ക് പുറപ്പെടുവിച്ചത്? മാ ഇൽമിഹി, അള്ളാഹു അറിയലോടുകൂടി. ബിഅന്നഹു ലാ യസ്തഫീദു മിൻ ദുഖൂലിഹി ഫിൽ വുജൂദി, ബിഅന്നഹു ലാ യസ്തഫീദു മിൻ ദുഖൂൽ, അത് പ്രവേശിക്കലിനാൽ, വുജൂദിൽ അത് പ്രവേശിക്കലിനാൽ സമ്പാദിക്കൂല. ഇല്ലൽ അദാബദ്ദായി, നിത്യമായ ശിക്ഷയല്ലാതെ അത് ഉണ്മയിൽ പ്രവേശിക്കലിനാൽ അത് സമ്പാദിക്കുകയില്ല എന്ന് അള്ളാഹ് അറിയലോടുകൂടി എന്തിനാണ് അദമിൽ നിന്ന് വുജൂദിനെ, അതിനെ പുറപ്പെടുവിച്ചത്? അതുപോലെ തന്നെ വലിയ അന്നമൻകാന ഖുൽബാൻ അല ഷൈഇ, ഒരു വസ്തുവിൻ്റെ മേൽ ദേഷ്യപ്പെടുന്ന ഒരുത്തൻ, കൈഫയൂഖലു ഇഖ്ദാമു, അവൻ്റെ മുന്നിടൽ എങ്ങനെയാണ് മനസ്സിലാക്കുക? അലാ ഈജാദിഹി, അവൻ്റെ അതിനെ ഉണ്ടാക്കുന്നതിൻ്റെ മേലും, വാലാ തൗക്കീനി, അതിനെ സൗകര്യപ്പെടുത്തുന്നതിൻ്റെ മേലും എങ്ങനെയാണ് മനസ്സിലാക്കപ്പെടുക? വമ്മ ഇൻകാന ദാലിക്കൽ ഇൽമു ഹാദിസൻ, ഇനി ആ ഇൽമു ഹാദിസാണെന്ന് നോക്കുകയാണെങ്കിൽ, കാനൽ ബാരി താൽ അള്ളയാകും മുഹല്ലൻ ലിൽ ഹവാദിസി, അള്ളാഹ് ഹവാദിസുകളെ പുതിയ താരങ്ങൾക്കുള്ള മഹല്ലാണ് എന്ന് പറയേണ്ടി വരുമല്ലോ. ഹവാദിസുകൾക്കുള്ള മഹല്ലാണ് എന്ന് പറയേണ്ടി വരും. കാരണം അള്ളാഹുവിൽ പുതിയതായ അറിവ് ഇറങ്ങുന്നുണ്ടല്ലോ എന്ന് പറയുന്നു. വലിയ അന്നഹു എൽസമു, അതുപോലെ തന്നെ എൽസമു, വലിയ അന്നഹു എൽസമു യഫ്തഖറ ഇഹ്ദാസു ദാലിക്കൽ ഇൽമി ഇലാ സബഖി ഇൽമിൻ ആഖറ, അപ്പോൾ ഈ ഇൽമിനെ ഉണ്ടാക്കുന്നതിലേക്ക് ആവശ്യമാകൽ നിർബന്ധമാകും മറ്റൊരു ഇൽമു മുൻകടക്കല്ലേ. അപ്പോൾ തസൽസല, അത് തസൽസുലായി പോകും, കോർവയായി ഇങ്ങനെ പോകുമല്ലോ. വഹു മുഹാലൻ, തസൽസുൽ എന്നുള്ളത് മുഹാലാണല്ലോ. വജവാബുഹു, അതിൻ്റെ മറുപടി യഫ്അലുല്ലാഹു മാ യശാഉ വയഹ്കുമു മാ യുരീദ്, അതിന് ഉത്തരം അത്രേ ഉള്ളൂ. അള്ളാഹ് ഉദ്ദേശിച്ചത് ചെയ്യും, അവൻ ഉദ്ദേശിച്ചത് വിധിക്കും എന്നാണ് അതിന് ഉത്തരം. ഇനി അൽ ഫായിദത്തു താസിയ, ഒമ്പതാമത്തെ ഫായിദ. ഒമ്പതാമത്തെ ഫായിദ എന്താണെന്നറിയാം? ഫിൽ ആയത്തി സുആലുൻ ആഖർ, ഈ ആയത്തിൽ മറ്റൊരു ചോദ്യമുണ്ട്. വഹുവ അന്നമൻ അന്നമ അല്ലാഹു അലൈഹി, അള്ളാഹ് അനുഗ്രഹിച്ചവർ, ഇംതനഅ യകൂന മഗ്ലൂബൻ അലൈഹി, അള്ളാഹു അവരുടെ മേൽ ദേഷ്യപ്പെടൽ മുംതനിയാണ്. വയക്കൂന മിനൽ ളാലീന, അവർ വഴിവെച്ചവരാകലും മുംതനിയാണ്. ഫലം മാ ദക്കറ കൗലഹു അൻഅംത അലൈഹിം എന്ന കൗലല്ല പറഞ്ഞപ്പോൾ, ഫമൽ ഫായിദത്തു, അപ്പോൾ എന്താണ് ഫായിദ? ഫി അൻ ദക്കറ അഖീബഹു, അവൻ അതിന് ശേഷം പറയൽ, അതിൻ്റെ ഉടനെ പറയൽ എന്താണ് ഫായിദ? ഗൈറുൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ എന്ന് പറയുന്നതിൻ്റെ ഫായിദ എന്താണ്? അള്ളാഹ് അനുഗ്രഹിച്ചവരെന്ന് പറയുമ്പോൾ അള്ളാഹു അവരുടെ മേൽ ദേഷ്യപ്പെടലും അവർ വഴിവെച്ചവരും ആകൽ മുംതനിയാകും. പിന്നെ എന്തുകൊണ്ട് അതിന് ശേഷം പറഞ്ഞു എന്നൊരു ചോദ്യം. അപ്പോൾ വൽജവാൻ ഉത്തരം, അൽ ഈമാൻ ഇന്നമാ യക്മുലു, ഈമാൻ എന്നുള്ളത് പരിപൂർണമാകുക ബിർ റജാഇ വൽ ഖൗഫി, ആഗ്രഹവും പേടിയും കൊണ്ടാണ് പരിപൂർണമാകുക. അതായത് പേടിയുടെയും ആഗ്രഹത്തിൻ്റെ ഇടയിലാണ്. കമാ ഖാല അലൈഹി സ്വലാം, നബി പറഞ്ഞില്ലേ, ലൗ ഉസിന ഖൗഫുൽ മുഅ്മിനി വറജാഉ ലതദല, ഒരു വിശ്വാസിയുടെ പേടിയെയും അവൻ്റെ പ്രതീക്ഷയെയും തൂക്കപ്പെട്ടാൽ ലതദല, അത് രണ്ടും തുല്യമാകും. ഇവ രണ്ടും, അള്ളാഹു ശിക്ഷിക്കുമോ എന്നുള്ള പേടി, അള്ളാഹ് എന്നോട് മാപ്പ് ചെയ്യുമെന്നുള്ള ആഗ്രഹം, അത് രണ്ടിൻ്റെയും സമമായിരിക്കണം. അപ്പോൾ കൗല്, അള്ളാഹിൻ്റെ കൗല് സിറാത്തുൽ, അപ്പോൾ അള്ളാഹിൻ്റെ കൗല് സിറാത്തുല്ലദീന അൻഅംത അലൈഹിം എന്ന കൗല് യൂജിബുർ റജാ അൽ കാമില, അത് പരിപൂർണമായ ആഗ്രഹത്തെ നിർബന്ധമാക്കുന്നുണ്ട്. അള്ളാഹ് അനുഗ്രഹിച്ചവരുടെ മാർഗ്ഗം എന്ന് പറയുമ്പോൾ. വഖൗലു ഗൈറുൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ എന്നുള്ളത് യൂജിബുൽ ഖൗഫൽ കാമില, പരിപൂർണമായ പേടിയെ അതുണ്ടാക്കുന്നുണ്ട്. വഹീനൈദിൻ, അന്നേരം യഖ്വിൽ ഈമാനു, അപ്പോൾ ഈമാൻ ശക്തിയാകും. ബിറുക്കുനി, അതിൻ്റെ രണ്ട് റുക്കുന് കൊണ്ടും തറഫേന് രണ്ട് തറഫ് കൊണ്ടും.
വയൻതഹില ഹദിൽ കവാൽ. അപ്പം പരിപൂർണതയുടെ അതിർത്തിയിലേക്ക് അറ്റമാകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് രണ്ടും പറഞ്ഞത്. അൽ ഫായിദത്തുൽ ആഷിറ, 10ാമത്തെ ഫായിദ. പിന്നെ ആയത്തിൽ സ്വാലൻ ആഖിറു, ഇനി ഈ ആയത്തിൽ തന്നെ മറ്റൊരു ചോദ്യം കൂടി ഉണ്ട്. അതെന്താണ്? മൽ ഹിക്മത്തു, എന്താണ് തന്ത്രം? ഫിഅന്നഹു തആല ജഅലൽ മഖ്ബൂലീന ത്വായിഫത്തൻ വാഹിദ, അള്ളാഹു സ്വീകരിക്കപ്പെട്ട ആളുകളെ ആക്കി ഒറ്റ വിഭാഗമാക്കി. വഹുമുല്ലദീന അൻഅമല്ലാഹു അലൈഹിം, അത് അള്ളാഹ് അനുഗ്രഹിച്ചവർ എന്നാണ് പറഞ്ഞത് അല്ലേ. വൽ മർദൂദീന ഫരീഖൈനി, അള്ളാഹു തട്ടിക്കളഞ്ഞ ആളുകൾ, അവർ രണ്ട് വിഭാഗമാക്കി. അൽ മഗ്ലൂബി അലൈഹിം വലല്ലാലീൻ ഒന്നുണ്ട്, ദേഷ്യപ്പെട്ടവരുണ്ട് വഴി വെച്ചവർ, രണ്ട് വിഭാഗമാക്കി. അതെന്തിനാ അങ്ങനെ ആക്കിയത്? വൽ ജവാബ്, അതിന് ഉത്തരം, അന്നല്ലദീന കമുലത്ത് നിഅമുല്ലാഹി അലൈഹിം, അള്ളാഹുവിൻ്റെ അനുഗ്രഹം പരിപൂർണമായ ആളുകൾ, ഹുമുല്ലദീന ജമഉ ബൈന മാരിഫത്തിൽ ഹഖിൽ ദാത്തി വൽ ഖൈരിൽ അജ്ലിൽ അമലി ബിഹി, അള്ളാഹുവിൻ്റെ അനുഗ്രഹം പരിപൂർണമായത് ആരാണെന്ന് അറിയുമ്പോൾ ഹുമുല്ലദീൻ, അവർ ഒരുത്തരാണ്, ജമഉ അവർ ഒരുമിച്ച് കൂട്ടി, ബൈന മാരിഫത്തിൽ ഹഖിൽ ദാത്തിഹി അള്ളാഹുവിനെ അറിയുന്നതിൻ്റെ ഇടയിലും, വൽ ഖൈരി ഖൈറിൻ്റെയും, ലി അജ്ലിൽ അമലി ബിഹി ഖൈറിൻ്റെയും ഇടയിൽ, അള്ളാഹുവിൻ്റെ ദാത്തിൻ്റെ ഹക്കിനെ അറിയുന്നതിലും അതുകൊണ്ടുള്ള അമലിൻ്റെ അജലിൻ്റെ ഖൈറിനെയും, അജലിൽ അമലി ബിഹി. അപ്പോൾ ഫാവുല, ഈ കൂട്ടർ ഹുമുൽ മർദാദൂൻ, അവരാണ് ഉദ്ദേശിക്കപ്പെട്ടത്. ബി കൗലിഹി അൻഅം താലഹിം എന്ന കൗല് കൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടത് അവരാണ്. ഫൈൻ ഇഖ്തല്ല ഖൈദുൽ അമലി, ഇനി അമലുൻ്റെ ഖൈദ് ഇഖ്തിലാലായാൽ, അതായത് അമൽ ചെയ്യുക എന്നുള്ള ബന്ധം അത് ഇടർച്ചയായാൽ, ഫഹുമുൽ ഫസഖത്തു, അവരാണ് ഫാസിഖീങ്ങളാണ്, ദുർനടപ്പുകാരാണ്. വഹുമുൽ മഗ്ലൂബി അലൈഹിം, അതാണ് അള്ളാഹ് ദേഷ്യപ്പെട്ട ആളുകൾ. കമാ കാലത്ത് അള്ളാഹ് പറഞ്ഞില്ലേ, വമൻ യഖ്തുൽ മുഅ്മിനൻ മുതഅമ്മിദൻ, ആരെങ്കിലും ഒരു മുഅ്മിനെ മനഃപൂർവ്വം കൊന്നാൽ ഫജസാഉഹു ജഹന്നം, അവൻ്റെ ഉത്തരം നരകമാണ്, അവനുള്ള പ്രതിഫലം നരകമാണ്. ഖാലിദൻ ഫീഹാ, അവനതിൽ നിത്യവാസിയായിരിക്കും. വഗളിബല്ലാഹു അലൈഹി, അള്ളാഹു അവൻ്റെ മേൽ ദേഷ്യപ്പെട്ടു. വലാനു, അള്ളാഹു അവനെ ലഅനത്ത് ചെയ്തിരിക്കുന്നു. ഇനി ഫൈൻ ഇഖ്തല്ല ഖൈദുൽ ഇൽമി, ഇനി ഇൽമിൻ്റെ ഖൈദ് അവന് ഇടർച്ചയായാലോ, ഫഹുമുല്ലാലൂൻ, അവരാണ്, അറിവ് തന്നെ അവർക്കില്ല, അപ്പോൾ അവരാണ് വഴി വെച്ചവർ. ഈ കൗലി അള്ളാഹു പറഞ്ഞു, ഫമാദാ ബാദൽ ഹഖ് ഇല്ല ദലാൽ, വഴികേടിന് ശേഷം, സത്യത്തിന് ശേഷം വഴികേടല്ലാതെ ഇല്ല. വഹാദ ആഖിറു കലാമിന ഫി തഫ്സീരി കുല്ലി വാഹിദ് മിൻ ആയാതി ഹാദി സൂറത്തി അലാ തഫ്സീൽ വല്ലാഹു അലം. ഇതാണ് നമ്മുടെ ഈ സൂറത്തിലെ ഓരോ ആയത്തുകളിൽ നിന്ന് ഓരോന്നിൻ്റെയും വ്യാഖ്യാനത്തിൽ നമ്മുടെ കലാമിൻ്റെ സംസാരത്തിൻ്റെ അവസാനമാണിത്. അല്ല തഫ്സീൽ, വിശദമായിട്ടുള്ള. വല്ലാഹു അലം, അള്ളാഹു ഏറ്റവും അറിയും. അപ്പോൾ ഫാത്തിഹയുടെ കഴിഞ്ഞു അല്ലേ. ഇനി അടുത്ത അലിഫ് ലാം മീം സൂറത്തുൽ ബഖറയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.